പ്രോബബിലിറ്റിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത മോഡ്യൂൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ടൈപ്സ് ഓഫ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ടെക്സ്റ്റിലെല്ലാം ഓരോ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ നമ്മൾ 3 അപ്രോച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, പിന്നെ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, പിന്നെ ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അതിൽ ഏറ്റവും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാസിക്കൽ ഡെഫിനേഷൻ തന്നെയാണ്, ട്രഡീഷണൽ അപ്രോച്ച്. ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് പറയുന്നത്. അതാണ് ഇവിടെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ വരുന്നത്. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ച് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ ഒരു ഈവൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡോ ടെയിലോ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിളിന് നമ്മൾ വ്യത്യസ്ത വിലകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അതിൻ്റെ വ്യത്യസ്ത പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ്, ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. 2 കോയിൻ ടോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 ഔട്ട്കം, ഹെഡ് 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 ടെയിൽ ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ. ഈ 4 റിസൾട്ടുകളിൽ നമ്മളതിൽ ഹെഡ് കിട്ടാനുള്ള അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള ഈവൻറ്റിനെ നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ടുള്ള എക്സ് ഉപയോഗിച്ച് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ്. അപ്പോൾ എക്സാക്ട്ലി 1 ഹെഡ് എന്നുള്ളതിന് പകരം നമുക്ക് ആ റാൻഡം വേരിയബിൾ എക്സിന് നമ്മൾ 1 എന്നുള്ള വില കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത ഇതിൽ 2/4. രണ്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ്. 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റാൻഡം വേരിയബിൾ എക്സിന് 2 എന്നുള്ള വില കൊടുക്കാം. 2 ഹെഡ്സ് വരുന്നതിലാകെ ഒരു ചാൻസാണ് 1/4 എന്ന് പറയും. പിന്നെ അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്, ഹെഡ് കിട്ടാനില്ലാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എത്ര ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനും എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1/4 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ റാൻഡം വേരിയബിൾ എക്സിന് നമ്മൾ വ്യത്യസ്ത വിലകൾ നൽകുമ്പോൾ അത് പ്രോബബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത, 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത. ഇങ്ങനെ ഇതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2/4 1/4 1/4 ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 4/4 that is 1. ഇങ്ങനെ ഒരു റാൻഡം വേരിയബിൾ ആയിട്ടുള്ള എക്സിന് വ്യത്യസ്ത വിലകൾ അസ്യൂം ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്ത കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ എക്സിന് വില കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റീനെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയാം. ആ പി ഓഫ് എക്സിൻ്റെ ടോട്ടൽ 1 വരികയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ ഈവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു റാൻഡം വേരിയബിൾ നമ്മൾ എക്സ് എന്ന് കൊടുക്കുമ്പോൾ ആ എക്സിന് വ്യത്യസ്ത വിലകൾ നൽകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ, ടോട്ടൽ പ്രോബബിലിറ്റി 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ അവിടെ എഴുതിയാണ്. ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ടു ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. ദ ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിക്കുന്നുണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എഴുതുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അത് ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് വരുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമുക്ക് അറിയാം, ഇപ്പോൾ 5 മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര, 50 പേരുള്ള ഒരു ക്ലാസ്സിൽ 5 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ എഴുതുന്നു. അതുപോലെ 6 മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ടെന്ന് എഴുതുന്നു. 7 മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ടെന്ന് എഴുതുന്നു. ഇങ്ങനെ ഒരു മാർക്ക് എത്ര കുട്ടികൾക്ക്, നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് അതിനെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ആ ഓരോ വാല്യൂവിൻ്റെയും നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഫ്രീക്വൻസി ആയിട്ട് എഴുതുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ റിപ്പീറ്റേഷൻസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. എന്നാൽ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു വാല്യൂവിൻ്റെ റിപ്പീറ്റേഷൻ അല്ല അവിടെ ആ വാല്യൂ മാർക്ക് നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 50 to 60, 50നും 60നും ഇടയിൽ മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണം ഇപ്പോൾ നമ്മൾ 14 എന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ ഒരു വാല്യൂവിൻ്റെ റിപ്പീറ്റേഷൻ അല്ല 50 മുതൽ 60 വരെ, ദാറ്റ് മീൻസ് 59 വരെയുള്ള മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 14. അതുപോലെ 60 മുതൽ 70 വരെ കിട്ടിയ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 8 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 60നും 70നും ഇടയിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ 8 കുട്ടികൾക്ക് അതിൽ 60 മാർക്ക് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ 61 കിട്ടിയിട്ടുണ്ടാവും, 62 കിട്ടിയിട്ടുണ്ടാവും, 69 വരെയുള്ള മാർക്കുകളുടെ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റേഞ്ചിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടും കണ്ടിന്യൂസ് സീരീസ് ആയിട്ടും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് റാൻഡം വേരിയബിൾ വിൽ ബി 1. അതാണ് ഒരു തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എക്സിന് വ്യത്യസ്ത വേരിയബിൾ കൊടുക്കുമ്പോൾ എക്സിന് കിട്ടുന്ന കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി അതാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെ തരത്തിലുണ്ട്, അതായത് നമുക്ക് റാൻഡം വേരിയബിൾ എക്സിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഓരോ റാൻഡം എക്സ്പെരിമെൻറ്റിലെ ആ ഈവൻറ്റിൻ്റെ അതിൻ്റെ സിറ്റുവേഷനോ ആ ഈവൻറ്റിൻ്റെ ഇമ്പോർട്ടൻസോ അനുസരിച്ച് നമുക്കതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ മാറ്റി നമുക്ക് വിലകൾ കൊടുക്കേണ്ടി വരും. അതായത് ഒരു റാൻഡം വാല്യൂ ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ ഡൈസ് ത്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാക്ക് ഓഫ് കാർഡ്സ് നമ്മുടെ കാർഡ് ഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് ഇൻ സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ഈവൻറ്റുകൾ വരുമ്പോൾ എല്ലാ ഈവൻറ്റുകൾക്കും നമുക്ക് വ്യത്യസ്ത വിലകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരേ വില ഇപ്പോൾ എക്സിന് നമുക്ക് 1, 2, 3, 4 കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെ നമുക്ക് എല്ലാ ഈവൻറ്റുകൾക്കും ഒരേപോലെ അസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ആ ഈവൻറ്റിനെ നമുക്ക് ഈവൻ്റ് ഔട്ട്കമ്മിനെ എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഈവൻ്റ് വ്യത്യസ്ത ഈവൻറ്റുകൾ എഴുതി നമുക്കതിന് ഈവൻറ്റുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആവുന്നതോറും നമുക്ക് അതിൻ്റെ ഔട്ട്കമ്മിനെ നമുക്ക് ഇത് എഴുതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനെ ഫ്രീക്വൻസി നമുക്ക് ആ ഫോർമുല അതിനെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബികോം ലെവലിൽ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ 3 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കൂടുതലായിട്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ വ്യത്യസ്ത തരത്തിലുണ്ട്. അത് PG ലെവലിൽ MCOM MBA ലെവലിലൊക്കെ നമ്മൾ അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ബികോം ലെവലിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ 3 ഡിസ്ട്രിബ്യൂഷനെയാണ് നമുക്ക് പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ ഒരു ഈവൻറ്റിൻ്റെ നമ്മളതിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് സക്സസ്സും നമ്പർ ഓഫ് ഫെയിലിയറും ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ഐഡൻറ്റിഫയബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പ്രോബബിലിറ്റി ഓഫ് സക്സസിനെയാണ് P എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഗെറ്റിംഗ് ഫെയിലിയറിനെയാണ് നമ്മൾ Q എന്ന് പറയാം. അപ്പോൾ Pയും Qയും ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നത്, അതുപോലെ ഡൈസ് ത്രോ ചെയ്യുന്നത്, ബോൾ ത്രോ ചെയ്യുന്ന കേസുകൾ ഈവൻ്റൊക്കെ വരുമ്പോൾ നമ്മളവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിയററ്റിക്കലായിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് യൂസസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ചോദിക്കാറുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ്, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് എന്താണ്, അതാണ് അതിൻ്റെ യൂസസിൽ നമ്മൾ എഴുതേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കാറില്ല. നമുക്ക് ആ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് ബൈനോമിയലാണോ പോയ്സോൺ ആണോ നോർമൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസോ യൂസസോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത, അവിടെ നമുക്ക് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ ഈവൻറ്റിൻ്റെ ട്രയൽസ് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതോറും ലാർജ് ആവുന്നതോറും നമുക്ക് അതിൻ്റെ സക്സസ്സോ ഫെയിലിയറോ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, അഥവാ ഐഡൻറ്റിഫയബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ ചില എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും മാനുഫാക്ചറിങ് കൺസേണിൽ അതിൻ്റെ ഡാമേജ്, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, നമ്പർ ഓഫ് ഡാമേജസ്, അതുപോലെ തന്നെ
സൂപ്പർ മാർക്കറ്റിലേക്ക് കസ്റ്റമേഴ്സ് ഇന്ന ടൈമിൽ അറൈവ് കസ്റ്റമേഴ്സ് വരാനുള്ള അതിൻ്റെ സാധ്യത, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ് ഇൻ എ ടൈം എന്ന് വെച്ചാൽ സ്പെസിഫിക് പീരീഡിൽ സ്പെസിഫിക് ടൈമിൽ റോഡ് ആക്സിഡൻറ്റ് എത്ര എണ്ണം നടക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിങ് ഇൻ എ സ്വിച്ച് ഏരിയ, ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് സ്വിച്ച് ബോർഡിൽ സ്വിച്ച് ഏരിയയിൽ ഇന്ന ടൈമിൽ ടെലിഫോൺ കോൾസ് വരാനുള്ള സാധ്യത. ഇങ്ങനെയൊക്കെ നമ്പർ ഓഫ് ബാക്ടീരിയാസ്, നമ്പർ ഓഫ് ഈ ഇൽനെസ്, നമ്മുടെ ഏതെങ്കിലും ഡിസീസിൻ്റെ നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക, അതിൻ്റെ കേസുകളൊക്കെ വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്, അതിൻ്റെ യൂസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി മനസ്സിലാക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയും പോയിസൺ ഡിസ്ട്രിബ്യൂഷനെയും സാധാരണയായിട്ട് അത് ഡിസ്ക്രീറ്റ് സീരീസ് എന്നാണ് പറയാറ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എക്സിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുന്നു, അതിൻ്റെ പ്രോബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലും എക്സിന് നമുക്കൊരു സ്പെസിഫിക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്നാണ് പറയുന്നത്. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയണമെങ്കിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഒരു സ്പെസിഫിക് വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ക്ലാസ് റേഞ്ച്, ക്ലാസ് ഇൻ്റർവൽ അഥവാ 0 to 10, 10 to 20 അങ്ങനെയുള്ള ക്ലാസ് ലിമിറ്റ് വെച്ച് ആ ഒരു ക്ലാസ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിൻ്റെ പ്രോബിലിറ്റി മാത്രമേ നമുക്ക് അതിന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഒരു റേഞ്ചിനുള്ളിലുള്ള വാല്യൂസിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയാണ് നമുക്ക് അതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ 3 തരം ഡിസ്ട്രിബ്യൂഷനിലും നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്, അതിൻ്റെ യൂസസ് നോക്കിയിട്ട്, അതിൻ്റെ ഈവൻറ്റിൻ്റെ ഇമ്പോർട്ടൻസോ സ്പെസിഫിക് ഫീച്ചേഴ്സോ നോക്കിയിട്ടാണ് നമുക്ക് അതിൽ ഏത് തരം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഓരോ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളിനി ഓരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. ആദ്യത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ചിലപ്പോൾ 4 മാർക്സിൻ്റെ എസ് എ വരെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ 2-3 ടൈപ്പിലുള്ള പ്രോബ്ലംസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലായാലും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലായാലും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലായിട്ട് വരുന്നു. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സാധാരണ എക്സിനെ നമുക്ക് നിശ്ചിത വിലകൾ കൊടുത്ത് അതിൻ്റെ പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത്, എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്നോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. നമ്മൾ ആ എക്സിൻ്റെ പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സക്സസും ഫെയിലിയറും ഏകദേശം കോൺസ്റ്റൻറ്റും ആണ്. അത് ഐഡൻറ്റിഫയബിളും ആയിരിക്കും. ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. അപ്പോൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആയതുകൊണ്ട് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി 1/2 ആണെങ്കിൽ ക്യൂ 1/2 തന്നെ ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഡൈസൊക്കെ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പി അല്ലെങ്കിൽ ഇപ്പോൾ ഗുഡ് ഓറഞ്ചസ്, ബാഡ് ഓറഞ്ചസ് 80%, 20% എന്നൊക്കെ പെർസെൻറ്റേജ് ആയിട്ട് തരികയാണെങ്കിൽ ആ പെർസെൻറ്റേജിനെ നമ്മൾ ഏത് കേസസിൻ്റെ ഫേവറബിൾ ആയിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഗുഡ് ഓറഞ്ചസ് 80%, ബാഡ് ഓറഞ്ചസ് 20% എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ദി പ്രോബിലിറ്റി ദാറ്റ് 3 are ഗുഡ് ഓറഞ്ചസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഗുഡ് ഓറഞ്ചസിനെ നമ്മൾ സക്സസിനെയാണ് പി ആയിട്ട് എടുക്കുന്നത്, ക്യൂ. ബാക്കിയുള്ള പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അപ്പോൾ പി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ബാലൻസ് ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. ദെൻ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റാൻഡം വേരിയബിൾ ആണ്. അതിനാണ് നമ്മൾ വിലകൾ കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാക്ട്ലി 3 are ഗുഡ് ഓറഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എക്സിന് 3 കൊടുക്കും. 1 is ഗുഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ 1 കൊടുക്കും. എക്സിന് ഏത് വിലയാണ് കൊടുക്കേണ്ടത് അത് ആ പ്രോബ്ലത്തിൽ എന്താണോ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് എക്സിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. എൻ അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര 5 coins are tossed, 8 coins are tossed എന്ന് പറയുമ്പോൾ അവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടൈപ്പ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഒരു ചെറിയ പ്രോബ്ലം 4 മാർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് ചോദിക്കുന്നത് എക്സിന് നിശ്ചിത വിലകൾ കൊടുത്ത് അതിൻ്റെ പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ആ ഫോർമുല പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. എന്ന് വെച്ചാൽ അതിൽ മീൻ ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഒരു മീൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു പി ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ റൂട്ട് എൻ പി ക്യൂ. ഈ രണ്ടും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. മീൻ എന്ന് പറയുന്നത് എം ഈക്വൽ ടു എൻ പി എന്ന് പറയും. മീനിനെ നമ്മൾ എക്സ് ബാറിനോ അല്ലെങ്കിൽ എം എന്നുള്ള വാല്യൂകളോ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്നത് എൻ ഇൻറ്റു പി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എസ് ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൻ പി ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 മാർക്കിൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് വാല്യൂ കൊടുക്കുന്ന ക്വസ്റ്റിന് പകരം ചിലപ്പോൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ.
പിന്നെ ഇതിൽ അടുത്തൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 3 ആർ ഗുഡ് ഓറഞ്ചസ് അല്ലെങ്കിൽ 3 ഹെഡ്സ് അല്ലെങ്കിൽ 2 ടെയിൽ നോ ഹെഡ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. എസ് എ ക്വസ്റ്റ്യനിൽ വരുന്നത് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ആ നമ്പർ ഓഫ് ട്രയൽസിൽ എക്സിൻ്റെ എല്ലാ വാല്യൂസും കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് 8 കോയിൻസ് ടോസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എക്സിന് 0 മുതൽ 8 വരെയുള്ള വാല്യൂ കൊടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സ് എഴുതി ആ ടോട്ടൽ പ്രോബിലിറ്റീനെ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എഴുതുന്നതിനെയാണ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനാണ് വരിക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 വേറെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എത്ര ട്രയൽസ് ആണോ പറയുന്നത് വെച്ചാൽ ആ ട്രയൽസിൻ്റെ എണ്ണം വരെയുള്ള അതിൻ്റെ വാല്യൂ എക്സിനെ നമ്മൾ അസ്യൂം ചെയ്ത് അതിന് പി ഓഫ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുന്നതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതുന്നതാണ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ 4 മാർക്കിലെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് അഥവാ ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ കൊടുക്കുന്ന വിലകളിൽ എക്സിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്യുക, അതിൻ്റെ സിഗ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് കിട്ടും. സോ ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. പ്രത്യേകം ഓർക്കണം എക്സും പി ഓഫ് എക്സും തമ്മിൽ ഇൻറ്റു ചെയ്ത് അതിൻ്റെ ടോട്ടലിനെയാണ് ഇ ഓഫ് എക്സ് അഥവാ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ രണ്ടാമത്തെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അടുത്താണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഏകദേശം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് തന്നെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷനിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് തരണം എന്നില്ല. ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ അവർ പറയാറുണ്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ് ടു ഫോളോ ഇന്ന ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ അല്ലെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പറയാറുണ്ട്. പക്ഷേ മിക്കവാറും പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് അപ്ലൈ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് എഴുതിയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഓർ ഡാമേജസ്, നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്, നമ്പർ ഓഫ് ഡെത്ത്സ്, റോഡ് ആക്സിഡൻറ്റ് ഓർ കാഷ്വാലിറ്റീസ്, number of customers arriving in the supermarket, number of diagnosis, number of bacterias, അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഈവൻറ്റുകൾ പ്രോബ്ലംസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്നുള്ളത് ഓർക്കുക. എക്സിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് കൊടുക്കുന്നത് 0, 1, 2, 3 പോലുള്ള വാല്യൂസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് എക്സിന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഇസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് ടു ഫോളോ Poisson distribution if its probability function is represented by f of x എന്ന് p of x ഉപയോഗിച്ച് പറയാം. p of x equal to e raised to minus m raised to x divided by x factorial. അപ്പോൾ ഇതിൽ നമുക്ക് e raised to minus m എന്നുള്ളത് m എന്ന് പറയുമ്പോൾ n into p ആണ്. ചില ക്വസ്റ്റ്യനിൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ അതിൽ നമ്പർ ഓഫ് ട്രയൽസോ അല്ലെങ്കിൽ n ചിലപ്പോൾ അതിൽ സൈലൻ്റ് ആണ് അതിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അതിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഇപ്പോൾ ഡിഫക്റ്റീവ്സ് ഒക്കെയാണ് സാധാരണ പെർസെൻറ്റേജിലാണ് തരാം. ആ പെർസെൻറ്റേജ് വാല്യൂവിനെ തന്നെ നമുക്ക് എം ആയിട്ട് എടുക്കാം. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സാമ്പിൾ ഓഫ് 100 പാക്സിനോ സാമ്പിൾ ഓഫ് 20 പാക്സ് 50 പാക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് ആ 50 എടുക്കണം. വീണ്ടും അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരിക്കും. അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂവിനെയാണ് എം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള പ്രോബ്ലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ചിലപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് മാത്രം തരും. നമ്പർ തന്നിട്ടില്ല എങ്കിൽ സാമ്പിളിൻ്റെ സൈസ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് പി തന്നെയാണ് എം ആയിട്ട് എടുക്കാം. n തന്നിട്ടുണ്ടെങ്കിൽ എന്നും ആ പി കൊണ്ട് ഇൻറ്റു ചെയ്തതിനെയാണ് എം എന്നുള്ള വാല്യൂ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ആ കിട്ടുന്ന എം വാല്യൂ e raised to minus m എന്നുള്ളത് നമുക്ക് അതിൻ്റെ ടേബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ എക്സാമിന് സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിച്ചിട്ട് പരമാവധി അതിൻ്റെ പ്രോബ്ലംസ് ട്രൈ ചെയ്യും. അപ്പോൾ എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കും. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് നമ്മൾ ഏത് വിലയാണ് കൊടുക്കേണ്ടത് ആ വാല്യൂ കൊടുക്കുക. e raised to minus m നമ്മൾ ഒരിക്കൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നമ്മൾ ഏത് വാല്യൂ കൊടുക്കുന്നത് e raised to minus m എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടേബിൾ കിട്ടുന്ന വാല്യൂവിനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കിട്ടിയ വാല്യൂവിനെ എക്സ് നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ എത്രയാണോ അത് നമ്മൾ കൊടുക്കുന്നു എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബിലിറ്റിയുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സിനെ കിട്ടും. ഇതിലും അത് 3 ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. നേരത്തെ നമ്മൾ ബൈനോമിയൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എക്സിന് നമ്മൾ നിശ്ചിത വിലകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തരുന്ന വിലകൾ കൊടുത്ത് അതിൻ്റെ പ്രോബിലിറ്റി കണ്ടെത്തുന്ന ടൈപ്പ് പ്രോബ്ലം. രണ്ടാമത്തെ അതിൻ്റെ
ഡിസ്ട്രിബ്യൂഷൻസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് പ്രത്യേകിച്ച് എം എന്ന് പറയുന്ന അതിൻ്റെ എൻ ഇൻറ്റു പി അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അതിൽ എൻ കണ്ടെത്താനോ ചിലപ്പോൾ പിയും ക്യൂയും കണ്ടെത്തിയിട്ട് അതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് സ്പെസിഫിക് വാല്യൂസ് കൊടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ അവിടെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. മൂന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് സാമ്പിളിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്പർ തരുമ്പോൾ ആ നമ്പർ വരെയുള്ള ഫുൾ അതിൻ്റെ സ്പെസിഫിക് വാല്യൂസിന് നമ്മൾ എക്സിനെ കൊടുത്ത് എക്സിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സ് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതുന്നതന്നെയാണ് ഫിറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3 ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. സ്പെസിഫിക് വാല്യൂസ് കൊടുത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കാണുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം, ദെൻ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ പിയും ക്യൂവും ഒരു പക്ഷേ കണ്ടെത്തിയിട്ട് ക്യൂ നമുക്ക് ആവശ്യമെങ്കിൽ പോലും അതിൽ പി നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ പി കണ്ടെത്തുന്നെങ്കിൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 തന്നെയായിരിക്കും എപ്പോഴും. അപ്പോൾ അതിൽ എൻ ഇൻറ്റു പി നമുക്ക് ചെയ്യണമെങ്കിൽ ആ പി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലത്തിൽ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫിറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. ക്വസ്റ്റ്യൻ വരിക ഒന്നുകിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി വരാം, അല്ലെങ്കിൽ ഫിറ്റ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൽ എക്സിന് നമ്മൾ എല്ലാ വാല്യൂസും കൊടുത്ത് 0 മുതലുള്ള അതിൻ്റെ നമ്പർ അവസാനിക്കുന്നവരുടെ എല്ലാ വാല്യൂസും കൊടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് മുഴുവൻ എഴുതുന്നതിനെയാണ് ഫിറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പ്രത്യേകിച്ച് അതിൻ്റെ യൂസസ് ഓർത്ത് വയ്ക്കുക. ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് വരുമ്പോൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിൽ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ സെഡ് ടെസ്റ്റ്, സെഡ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് തുടങ്ങിയിട്ടുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ സൈസ് ഓഫ് ദ സാമ്പിൾ എൻ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അപ്പോൾ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ സാധാരണ എൻ ലാർജ് എന്നുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആയിട്ട് വരുമ്പോൾ അവിടെ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. മിക്കവാറും ക്വസ്റ്റ്യനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാരണം മിക്കവാറും പ്രോബ്ലംസിൽ ആ ഡിസ്ട്രിബ്യൂഷന് ഫോളോ ചെയ്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. മാത്രമല്ല അതിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ വരിക നമുക്ക് റേഞ്ചിനുള്ളിലുള്ള വാല്യൂസാണ് ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ മിക്കവാറും അതിൽ ക്വസ്റ്റ്യൻ വരിക സ്പെസിഫിക് വാല്യൂസ് അല്ല വരിക. ഇപ്പോൾ മാർക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയാം ഫൈൻഡ് ഔട്ട് ദ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് മാർക്സ് ബിറ്റ്വീൻ 60 and 80. അപ്പോൾ ബിറ്റ്വീൻ 60 and 80 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 60 മുതൽ 80 വരെ. അപ്പോൾ ക്ലാസ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അല്ലെങ്കിൽ ലെസ് ദാൻ 40 അല്ലെങ്കിൽ മോർ ദാൻ 70. അപ്പോൾ ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ 40യേക്കാൾ താഴെയുള്ള മാർക്കുള്ള കുട്ടികളുടെ നമ്പർ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അവിടെ സ്പെസിഫിക് വാല്യൂ എല്ലാം വരും. മോർ ദാൻ 20 എന്ന് പറയുമ്പോൾ 20യേക്കാൾ കൂടുതൽ മാർക്കുള്ള കുട്ടികളെ കാണാൻ പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസിൻ്റെ നമുക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കാണേണ്ടി വരുന്ന സിറ്റുവേഷനെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മറ്റേ സ്പെസിഫിക് വാല്യൂസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലും സ്പെസിഫിക് വാല്യൂ മാത്രമാണ് എക്സാക്ട്ലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക് വാല്യൂ നമുക്ക് അതിൽ അസ്യൂം ചെയ്യേണ്ടി വരുന്നു എക്സിനെ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ക്ലാസ് ഇൻ്റർവെല് പോലെ ക്ലാസ് ലിമിറ്റ്, ക്ലാസ് റേഞ്ച് അതിൻ്റെ നിശ്ചിത വാല്യൂസിന് ഇടയിലുള്ള കുറേ വാല്യൂസ് നമുക്ക് അതിനെ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു, അസ്യൂം ചെയ്യേണ്ടി വരുന്നു. ഇനി ലെസ് ദാൻ എന്നോ മോർ ദാൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് താഴെയുള്ള ആ ലെസ് ദാൻ എന്ന് പറയുന്ന നമ്പറിന് താഴെയുള്ള എല്ലാ വാല്യൂസും അവിടെ എക്സിനെ അസ്യൂം ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അത്തരം സിറ്റുവേഷനിൽ ഓരോ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാണ്ട് തന്നെ ആ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെസ് ദാൻ 20 അല്ലെങ്കിൽ മോർ ദാൻ 80 എന്നൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അതിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നത് പ്രത്യേകിച്ച് ഓർക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ കുറച്ച് വലിയ ഡെഫിനേഷനാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1/√2 പൈ സിഗ്മ. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇൻറ്റു e⁻⁻² എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ സ്ക്വയർ. അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയും. അതിൻ്റെ കർവാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ അതിൻ്റെ മിഡ് വാല്യൂ, മിഡ് എന്ന് പറയുന്നത് രണ്ട് പോർഷനും ഈക്വൽ പോർഷനാണ്. ഇവിടെ 0.5 ആണ്, ഇവിടെ 0.5 ആണ്. ഇവിടെ ലെഫ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവും റൈറ്റ് ഏരിയ എന്ന് പറയുന്നത് പോസിറ്റീവും ആണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ആ ഏത്
റേഞ്ച് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഏരിയ വരുന്നു, മോർ ദാൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഏരിയ വരുന്നു, ബിറ്റ്വീൻ 60 and 80 എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് അതിൻ്റെ സെറ്റിൻ്റെ വാല്യൂ വരിക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്നു. അപ്പോൾ അങ്ങനെ ഏരിയ ടേബിളിൽ നിന്നും നമ്മൾ ആ നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി നടത്തുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതില്ല. കാരണം ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് വേർ മ്യൂ ആൻഡ് സിഗ്മ ആർ കോൺസ്റ്റൻ്റ് ആണ്. മ്യൂ എന്ന് പറയുന്നത് മീൻ ആണ്, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമ്മൾ പ്രോബ്ലം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് സെഡിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. ആ വാല്യൂവിൻ്റെ ഏരിയ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി എടുക്കുന്നു. സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്പെസിഫിക് ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇത് തരാറുണ്ട്, ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാം ലെസ് ദാൻ 80 അല്ലെങ്കിൽ മോർ ദാൻ 20, അതുപോലെ ബിറ്റ്വീൻ 60 to 80 ഒക്കെ തന്നു കഴിഞ്ഞാൽ അവിടെ അത് അപ്ലൈ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഇനി ഇതിലുള്ള വ്യത്യസ്ത ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് സാധാരണ ബൈനോമിയലും പോയിസോണിലും പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് അതിൻ്റെ ഈ പറഞ്ഞ ലെസ് ദാൻ 80, മോർ ദാൻ 20, ലൈക്ക് ബിറ്റ്വീൻ 60 and 80 അങ്ങനെ തുടങ്ങിയ വാല്യൂസിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡയറക്റ്റ് പ്രോബ്ലംസ് എല്ലാം മീനും എസ് ഡി ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. മീനും എസ് ഡി ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് മ്യൂനെയാണ് മീൻ എന്ന് പറയുന്നത്, എസ് ഡി എന്ന് പറയുന്നത് ആണ് സിഗ്മ. ഇവിടെ സിമ്പിൾ സിഗ്മ എന്നുള്ളത് എസ് ഡിനെ സൂചിപ്പിക്കുന്നു. എക്സിനാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 80 എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ 80 എന്നുള്ള വാല്യൂ കൊടുത്താൽ സെറ്റിൻ്റെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ, അത് ആൻസർ അല്ല. ആ സെറ്റിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ നിന്ന് അതിൻ്റെ ടേബിളിൻ്റെ ഏരിയ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് അവിടെ സെഡ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. ടേബിളിൽ നിന്ന് സെഡ് ലൊക്കേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ട് ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ജോബ് വേക്കൻസിയിൽ ഇത്ര മാർക്കോ അതിൽ കൂടുതൽ മിനിമം ഇത്ര മാർക്കോ അതിൽ കൂടുതലുള്ളവരെ അവർ പരിഗണിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ട് അവർ ഇത്ര വേക്കൻസീസ് ഉണ്ട്, അതിൽ ഇത്ര പേരാണ് ഇത്ര പെർസെൻറ്റേജാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ദെൻ അതിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഇത്ര മാർക്കിൽ അവർക്ക് സ്കോർ ചെയ്യണം. എന്നിട്ട് അവർ ലാസ്റ്റ് ചോദിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആൻഡ് എക്സിൻ്റെ പ്രോബിലിറ്റിയുടെ വാല്യൂ അല്ല ചോദിക്കുന്നത്. അവർ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ചോദിക്കുക ഫൈൻഡ് ഔട്ട് ദ മിനിമം മാർക്സ് ദാറ്റ് വൺ ഷുഡ് സ്കോർ ടു ഗെറ്റ് സെലക്റ്റഡ്. അപ്പോൾ അവിടെ നമുക്ക് എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. വെച്ചാൽ മിനിമം മാർക്ക് എത്ര കിട്ടിയാലാണ് അയാൾ അതിൽ സെലക്ട് ചെയ്യപ്പെടുക. സാധാരണ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എക്സിന് നമ്മൾ അസ്യൂം വാല്യൂ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കാണുന്നത്. എക്സിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി പി ഓഫ് എക്സോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സോ ആണ് കാണുന്നത്. ഇവിടെ എക്സിൻ്റെ പ്രോബിലിറ്റി അല്ല ചോദിച്ചാണ് ഫൈൻഡ് ദ മിനിമം മാർക്സ് ദാറ്റ് വൺ ഷുഡ് സ്കോർ ടു ഗെറ്റ് സെലക്റ്റഡ്. മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് എന്നത് വേരിയബിൾ ആയിട്ടുള്ള എക്സ് ആണ്. അത് എക്സ് ആണ്, മിനിമം മാർക്കാണ് കണ്ടെത്തേണ്ടത്, അതായത് എക്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവിടെ എക്സിൻ്റെ പ്രോബിലിറ്റി അല്ല കാണുന്നത്, ആ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ 10 വേക്കൻസീസ് ആണ്, 1000 പേരാണ് അപ്പിയർ ചെയ്തതെന്നാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ 10/1000 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. ആ പ്രൊപ്പോർഷൻ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ടേബിളിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആ എത്ര പെർസെൻറ്റേജിൻ്റെ താഴെയാണ് നമുക്ക് അതിൻ്റെ 10/1000 എന്നുള്ള പ്രൊപ്പോർഷൻ്റെ ആ വാല്യൂ വരുന്നത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ ടേബിളിൽ നിന്ന് ആ വാല്യൂ ലൊക്കേറ്റ് ചെയ്ത് ആ പെർസെൻറ്റേജ് താഴെ ലൊക്കേറ്റ് ചെയ്ത് അത് നമ്മൾ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ടേബിളിൽ നിന്ന് കിട്ടുന്ന ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ സെറ്റായിട്ട് കൊടുക്കേണ്ടത്. എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. മ്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് സാധാരണ പോലെ തന്നെ ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് എസ് എക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് എക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെയും ഓർക്കുക ക്ലാസ് ഇൻ്റർവെല്ലായിട്ടായിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക. ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സാധാരണ മീനും എസ് ഡിയും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് സാധാരണ മീൻ കാണുന്ന കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീൻ കാണുന്ന ഫോർമുല അത് സിഗ്മ എഫ് എക്സ് ബൈ എൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ മീനും എസ് ഡിയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോർമുല ഉപയോഗിച്ച് കാണുന്ന പോലെ കണ്ടെത്തിയിട്ട് ആ മീനും എസ് ഡിയും നമ്മളിവിടെ കൊടുത്ത് എക്സിന് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ അതിന് മിഡ് വാല്യൂ കാണണം. നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന് ക്ലാസ് ഇൻ്റർവെൽ 0 to 10, 10 to 20, 20 to 30 അങ്ങനെ തന്നിരിക്കുമ്പോൾ അതിന് മിഡ് വാല്യൂ നമുക്ക് 0 to 10 എന്ന് പറയുമ്പോൾ അതിന് മിഡ് വാല്യൂ 5. അപ്പോൾ 5, 15, 25, 35 എന്നുള്ള മിഡ് വാല്യൂവിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യേണ്ടത്. ആ എക്സിനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൻ്റെ വാല്യൂ കിട്ടും. സെറ്റിൻ്റെ വാല്യൂ നമ്മൾ ആ നോർമൽ കർവിൻ്റെ ടേബിളിൽ നിന്ന് അതിൻ്റെ ഏരിയ കണ്ടെത്തിയിട്ട്
ആ ഏരിയ ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏരിയ ഫോർ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തമായിട്ടൊരു ടേബിളായിട്ട് വരച്ചിട്ടാണ് അത് ചെയ്യുക. നമ്മൾ ഏറ്റവും അവസാന സെഷനിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഏരിയ ആ 15, 5, 15, 25 എന്നുള്ള വാല്യൂവിൻ്റെ ഏരിയ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഏരിയ ഫോർ ക്ലാസ് ഇൻ്റർവെൽ കാണണം. ദെൻ അത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസിയോട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. കുറച്ച് അധികം സ്റ്റെപ്പ് വരുന്നതാണ്. സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ പോയിസൺ ഡിസ്ട്രിബ്യൂഷനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് സ്റ്റെപ്പാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടൈപ്പിൽ വരും. അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതിന് മിഡ് വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ മീൻ നെസ്റ്റിംഗ് കാണുമ്പോഴൊക്കെ അതിന് മിഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എക്സിന് കൊടുക്കുന്ന വാല്യൂ അതിൻ്റെ മിഡ് വാല്യൂ തന്നെയാണ്. ഇനി ചില ക്വസ്റ്റ്യനിൽ അവർ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരാണ്ട് പ്രോബ്ലം കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി അവർ ഒരു സ്പെസിഫിക് വാല്യൂ തരാണ്. എന്നുവെച്ചാൽ സ്പെസിഫിക് വാല്യൂ തരുന്നത് മിഡ് വാല്യൂ ആണ് തരുന്നത്. അപ്പോൾ മിഡ് വാല്യൂ തിരിച്ച് നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലാണ്. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവർ ആ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നതുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയും. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കണം. അപ്പോൾ സ്പെസിഫിക് വാല്യൂ തന്നാൽ തന്നെ അതിനെ നമുക്ക് ക്ലാസ് ലിമിറ്റ് ആക്കിയിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുള്ള ക്ലാസ് ഇൻ്റർവെലാക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലത്തെ സാധാരണ പോലെ സോൾവ് ചെയ്യാൻ. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈപ്പിലാണ് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? ഈ 3 ഡിസ്ട്രിബ്യൂഷനിലും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ യൂസസ്, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്, ദെൻ അതിൻ്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് നമ്മൾ ബികോം ലെവലിൽ വരുന്നത് സിലബസിൽ വരുന്നത് 3 തരം ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും. ആദ്യം തന്നെ അതിൻ്റെ തിയറി ഭാഗങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതിൻ്റെ യൂസസ്, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദെൻ അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ചില പ്രോബ്ലത്തിൽ ആ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മാത്രമേ ആ പ്രോപ്പർട്ടീസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ P(x) അല്ലെങ്കിൽ F(x) കണ്ടുപിടിക്കാൻ പറ്റും.